രാജ്യത്ത് വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലും ബിസിനസ് രംഗത്തും എല്ലായ്പ്പോഴും ട്രെൻഡിങ്ങും കോമ്പറ്റേറ്റീവുമായി നിലനിൽക്കുന്ന കോടീശ്വര കുടുംബമാണ് അംബാനി അവരുടെ സംരംഭങ്ങളും. അതിലൊന്നാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് പോർട്ട്ഫോളിയോയിലെ ഏറ്റവും മികച്ച ബ്രാൻഡായി വർഷങ്ങളായി നിലനിൽക്കുന്ന ജിയോ. ഇന്ത്യയുടെ ടെലികോം സങ്കല്പങ്ങളെ ഒന്നായി ഉടച്ചു വാർത്ത ആശയമാണ് അംബാനിയുടെ ജിയോ. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടെലികോം ബ്രാൻഡാണ് റിലയൻസ് ജിയോ. മുകേഷ് അംബാനിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രൊജക്റ്റുകളിൽ ഒന്നാണിതെന്ന് നിസ്സംശയം പറയാം. ഒരു കാലത്ത് സ്വകാര്യ ടെലികോം കമ്പനികൾ ലാഭം മാത്രം ലക്ഷ്യമിട്ട് ഇന്ത്യൻ വിപണികളെ പിഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് കുറഞ്ഞ ചെലവിലും ഇന്റർനെറ്റ് പ്രാപ്തമാക്കാൻ സാധിക്കുമെന്ന് ജിയോ തെളിയിക്കുകയായിരുന്നു. ഇന്ന് ലോകത്ത് മൊബൈൽ ഡാറ്റയ്ക്ക് ഏറ്റവും കുറഞ്ഞ നിരക്ക് ഈടാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇതിന് വഴിവെച്ചത് റിലയൻസ് ജിയോ ആണ്. റിലയൻസ് ജിയോ എന്ന വമ്പൻ പ്രൊജക്റ്റിലേക്ക് അംബാനിയെ നയിച്ചത് മകൾ ഇഷയുടെ കണ്ണീരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, മകളുടെ മുഖത്ത് ചിരി പടർത്താൻ ഒരു അച്ഛൻ നടത്തിയ യുദ്ധമാണ് ജിയോ. 2016 സെപ്റ്റംബർ 5-ന് സൗജന്യ 4G ഇന്റർനെറ്റുമായി വിപണികളിൽ രംഗപ്രവേശം ചെയ്ത റിലയൻസ് ജിയോയെ നമ്മൾ ആരും മറക്കില്ല. കാരണം ജനങ്ങളുടെ ഇടയിലേക്കുള്ള ജിയോയുടെ വരവ് അത്രയും തരംഗമായിരുന്നു. മാസങ്ങളോളം ആളുകൾക്ക് ഹൈസ്പീഡ് ഇന്റർനെറ്റ് സൗജന്യമായി നൽകിയാണ് അംബാനി തുടങ്ങിയത്. ഓരോ എംപിയും പിശുക്കി ഉപയോഗിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ബ്രോഡ്ബാൻഡ് ഡാറ്റ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതാണ്. ഇനി ഉപയോക്താക്കളായ നമ്മൾ ഓരോരുത്തരും അറിയേണ്ട ഒരു കാര്യമാണ് അംബാനി എന്തിന് ജിയോ എന്ന പുതിയ ആശയത്തിന് തുടക്കമിട്ടു എന്നത്. തുടങ്ങുന്ന സമയത്ത് അംബാനിയുടെ ലക്ഷ്യം ലാഭമായിരുന്നില്ല, മറിച്ച് മകളുടെ സന്തോഷമായിരുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മകളുടെ കണ്ണീരിൽ ഒരു മികച്ച ബിസിനസ് ആശയം ഒളിഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ തന്റെ ഇളയ സഹോദരൻ അനിലിന് ഒരിക്കൽ വിട്ടു നൽകിയ ടെലികോം ബിസിനസ്സിലേക്ക് മുകേഷ് ഒരിക്കൽ കൂടി രംഗപ്രവേശം ചെയ്തു. ഇവിടെ നിന്നാണ് ആ കഥ തുടങ്ങുന്നത്. US-ലെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയായിരുന്നു ഇഷ അംബാനി. 2011-ലെ അവധിക്കാലത്ത് ഇന്ത്യയിലെത്തിയ ഇഷയ്ക്ക് വേഗം കുറഞ്ഞ ഇന്റർനെറ്റ് കാരണം US-ലേക്ക് കോഴ്സ് വർക്ക് അയക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിലെ വേഗം കുറഞ്ഞ ഇന്റർനെറ്റ് അവളെ വേദനിപ്പിച്ചു. അത് അവളുടെ മുഖത്ത് ചിരി മായ്ക്കുന്ന അംബാനിയെ വേദനിപ്പിച്ചു. ഇവിടെ നിന്നാണ് വേഗമേറിയ ഇന്റർനെറ്റ് മൂലം യഥാർത്ഥത്തിൽ മുകേഷ് അംബാനി മനസ്സിലാക്കുന്നത്. ലോകം ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇന്ന് പല ജോലികളും ഓൺലൈൻ മാത്രമേ പൂർത്തിയാക്കാൻ കഴിയൂ എന്നും മകൻ ആകാശ് അംബാനിയിൽ നിന്ന് മുകേഷ് അംബാനി മനസ്സിലാക്കി. ഇഷയുടെ സങ്കടത്തിൽ കാര്യമുണ്ടെന്ന് സഹോദരൻ പറഞ്ഞു. ഇതോടെ ടെലികോം വ്യവസായത്തിലേക്ക് തിരിച്ചു വരാൻ മുകേഷ് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ 2010-ൽ രാജ്യത്തെ 22 പ്രദേശങ്ങളിൽ 4G ബ്രോഡ്ബാൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിച്ചിട്ടുള്ള ഇൻഫോടെൽ ബ്രോഡ്ബാൻഡ് സർവീസസ് ലിമിറ്റഡ് 95% ഓഹരികൾ സ്വന്തമാക്കി. IBSL കമ്പനിയെ 4800 കോടി രൂപയ്ക്ക് വാങ്ങിയ ശേഷം മുകേഷ് അതിനെ റിലയൻസ് ജിയോ എന്ന് പുനഃനാമകരണം ചെയ്യുകയായിരുന്നു. ഇന്ന് രാജ്യത്തെ ഏറ്റവും ഉയർന്ന റീചാർജ് നിരക്കുമായി ഏകദേശം 45 കോടി ഉപയോക്താക്കൾക്ക് സേവനം നൽകുന്ന ഇന്ത്യയിൽ ഏറ്റവും മികച്ച ബ്രോഡ്ബാൻഡ് ദാതാവായി ജിയോ ടെലികോം മാറിക്കഴിഞ്ഞു.